ഹായ് വ്യൂസ്, എല്ലാവർക്കും മൈ ചാനൽ AG2 സ്വാഗതം. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ നഗരഹൃദയത്തിൽ MC റോഡിൻ്റെ കിഴക്കുവശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. രൗദ്രഭാവത്തിലുള്ള പരമശിവനാണ് മുഖ്യ പ്രതിഷ്ഠ. രാവിലെ അഘോരമൂർത്തിയായും ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായും വൈകിട്ട് അർദ്ധനാരീശ്വരനായും സങ്കല്പിച്ചാണ് ആരാധന. സർവ്വ ദുരിതങ്ങൾക്കും ഇവിടുത്തെ ദർശനം ഫലപ്രദമാണെന്ന് വിശ്വാസം. ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളും പ്രാദേശിക കഥകളും പുരാണ വസ്തുക്കളുമുണ്ടെങ്കിലും വ്യക്തമായ ചരിത്രരേഖകളുടെ കുറവ് കാണപ്പെടുന്നുണ്ട്. ഖരപ്രതിഷ്ഠയാണ് വിശ്വസിക്കുമ്പോഴും പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണെന്നും കരുതിപ്പോരുന്നു. ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി, ദക്ഷിണാമൂർത്തി, ദുർഗ, ശാസ്താവ്, നാഗദൈവങ്ങൾ, യക്ഷിയമ്മ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. കൂടാതെ ക്ഷേത്രത്തിനടുത്തായി അന്തിമഹാകാളൻ, ശ്രീകൃഷ്ണൻ എന്നീ ദേവന്മാർക്കും ക്ഷേത്രങ്ങളുണ്ട്. കുംഭമാസത്തിൽ തിരുവാതിര ആറാട്ടായുള്ള 10 ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. ഇതിനിടയിൽ വരുന്ന 8-ാം വിളക്കും അന്ന് നടക്കുന്ന ആസ്ഥാന മണ്ഡപ ദർശനവും ഏറ്റവും ഗംഭീരമാണ്. കൂടാതെ കുംഭമാസത്തിൽ തന്നെയുള്ള ശിവരാത്രി, ധനുമാസത്തിലെ തിരുവാതിര എന്നിവയും വിശേഷ ദിവസങ്ങളാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഖരൻ എന്ന അസുരൻ മുത്തച്ഛനായ മാല്യവനിൽ നിന്ന് ശൈവവിദ്യ ഗ്രഹിച്ച് ചിദംബരത്ത് പോയി ശിവപ്രീതിപ്പെടുത്താനായി തപസ്സാരംഭിച്ചു. ഭക്തന്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ അവന് 3 ജ്യോതിർലിംഗങ്ങൾ സമ്മാനിച്ചു. തുടർന്ന് ആകാശമാർഗേണ യാത്ര ആരംഭിച്ച ഖരൻ ശിവലിംഗങ്ങളുടെ ഭാരം കാരണം അല്പനേരം വിശ്രമിക്കാനായി വൈക്കത്തെത്തി. തുടർന്ന് തൻ്റെ വലതുകൈയിലെ ശിവലിംഗം ഇവിടെ ഇറക്കി വെച്ച് ഖരൻ വിശ്രമം ആരംഭിച്ചു. ഉണർന്നെഴുന്നേറ്റ് ശിവലിംഗം എടുക്കാൻ നോക്കിയപ്പോൾ അത് എടുക്കാൻ സാധിക്കുന്നില്ല. താൻ താമസിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലമാണിതെന്ന് തത്സമയം ശിവഭഗവാന്റെ അശരീരിയും മുഴങ്ങി. തുടർന്ന് ശിവലിംഗം അവിടെ തപസ്സിരുന്ന വ്യാഘ്രപാദൻ എന്ന മഹർഷിയെ ഏൽപ്പിച്ച് ഖരൻ മുക്തിയടഞ്ഞു. തുടർന്ന് തൻ്റെ ഇടതുകൈയിലെ ശിവലിംഗം ഖരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും വായ കൊണ്ട് കടിച്ചുപിടിച്ച ശിവലിംഗം കടുത്തുരുത്തി തളി മഹാക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു. ഇന്നും 3 ക്ഷേത്രങ്ങളിലും ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്നത് പുണ്യകരമായി വിശ്വസിച്ചു വരുന്നു. പിൽക്കാലത്തൊരിക്കൽ ക്ഷേത്രം കാടുപിടിച്ചു കിടക്കാൻ കാരണമായ ഒരു സംഭവമുണ്ടായത്രേ. അതിനു പിന്നിലും ഒരു കഥയുണ്ട്. ഒരിക്കൽ വ്യാസ മഹർഷിയുടെ ശിഷ്യനായ ലോകമഹർഷൻ എന്ന മഹർഷി ഏറ്റുമാനൂരപ്പനെ ദർശിക്കാനായി ഇവിടെ വരികയുണ്ടായി. ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ അദ്ദേഹം അബദ്ധത്തിൽ കാലുവഴുതി വീഴുകയും ഈ കാഴ്ച കാണാനിടയായ ചിലർ അദ്ദേഹത്തെ കളിയാക്കുകയും ചെയ്തു. കുപിതനായ മഹർഷി ഏറ്റുമാനൂർ ദേശം 1000 വർഷം കാടായി കിടക്കട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ നാട്ടുകാർ പലരും പല വിധത്തിൽ കാരണങ്ങളാൽ മരണമടയുകയും അവശേഷിച്ചവർ നാടുവിടുകയും അതോടെ ഏറ്റുമാനൂർ ദേശവും ക്ഷേത്രവും കാടുപിടിച്ചു കിടക്കുകയും ചെയ്തു. ഇക്കാലഘട്ടത്തിൽ സമീപ ഗ്രാമമായ കുറുവിലങ്ങാട്ടടുത്തുള്ള അരുവിക്കൽ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലായിരുന്നു ഏറ്റുമാനൂരപ്പൻ്റെ പൂജകൾ നടത്തിപ്പോന്നിരുന്നത്. ശാപകാലാവധി കഴിഞ്ഞ അവസരത്തിൽ പരമ ഭാഗവതനായിരുന്ന വില്വമംഗലം സ്വാമിയാർ ഇവിടെ വരാനിടയായി. ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് ഏകദേശം 1000-ലധികം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നു. എന്നാൽ അത് തെളിയിക്കുന്ന രേഖകളൊന്നും ക്ഷേത്രത്തിലില്ല. ക്ഷേത്രം ആദ്യം വടക്കംകൂർ രാജ്യത്തായിരുന്നു. ക്ഷേത്രത്തിൻ്റെ ഊരായ്മക്കാർ 8 മനക്കാരായിരുന്നു. ഇതുവഴി 8 മനയൂർ എന്ന പേര് സ്ഥലത്തിന് വന്നുവെന്നും അതാണ് ഏറ്റുമാനൂർ ആയതെന്നും പറയപ്പെടുന്നു. 8 മനക്കാർക്കിടയിലെ ആഭ്യന്തര കലഹവും മറ്റുമായപ്പോൾ ക്ഷേത്രം തകർന്നുപോയി. പിന്നീട് കൊല്ലവർഷം 929 ക്ഷേത്രം തിരുവിതാംകൂർ ഏറ്റെടുത്തു. തിരുവിതാംകൂർ ദിവാനായിരുന്ന മൺട്രോ പ്രഭുവിൻ്റെ ആശയമായിരുന്നു ഇത്. ഇപ്പോൾ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. ക്ഷേത്രത്തിലെ അതിപ്രസിദ്ധമായ രണ്ട് പ്രത്യേകതകളാണ് ക്ഷേത്രത്തിലെ വലിയ വിളക്കും 7.5 പൊന്നാനി.
ഇവയുടെ വരവും വളരെ രസകരമായ സാഹചര്യത്തിലാണ്. ക്ഷേത്രത്തിലെ ബലിക്കൽ പുരയിൽ സ്ഥാപിച്ചിട്ടുള്ള വലിയ വിളക്ക് 5 തിരികളോടുകൂടിയ ഒരു കെടാവിളക്കാണ്. 4 പ്രധാന ദിക്കിലേക്കും വടക്കു കിഴക്കു ഭാഗത്തേക്കുമായാണ് 5 തിരികളിട്ടിരിക്കുന്നത്. 1540 ഈ ദീപം സ്ഥാപിച്ചത്. പിന്നീട് ഇതുവരെ ഇത് കേട്ടിട്ടില്ല. സ്ഥലത്തെ ഒരു മൂശാരിയാണ് ഈ വിളക്ക് തീർത്തത്. തുടർന്ന് ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ ക്ഷേത്രാധികാരികൾ അദ്ദേഹത്തെ തടഞ്ഞു. ചിലർ മൂശാരിയോട് അത്രയും വലിപ്പമുള്ള വിളക്ക് തങ്ങൾ മുമ്പ് എവിടെയും കണ്ടിട്ടില്ലെന്ന് പറയുകയും അത് ഇവിടെ സ്ഥാപിക്കണമെന്ന് ചോദിക്കുകയും ചെയ്തെങ്കിലും മൂശാരിക്ക് ഉത്തരം കിട്ടിയില്ല. ഈ സമയം പെട്ടെന്ന് അകത്തു നിന്നൊരാൾ അരുൾ തുള്ളി വന്ന് മൂശാരിയുടെ കയ്യിൽ നിന്ന് വിളക്ക് വാങ്ങി ദീപം ബലിക്കൽ പുരയിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു. ആ സമയത്ത് ഒരു വൻ ഇടിമിന്നൽ ഉണ്ടാവുകയും വിളക്ക് എണ്ണയില്ലാതെ കത്തുകയും ചെയ്തു. മൂശാരിയെയും വിഗ്രഹം തറച്ച വിദ്വാനെയും പിന്നീട് ആരും കണ്ടിട്ടില്ല. ആ വിദ്വാൻ സാക്ഷാൽ ഏറ്റുമാനൂരപ്പൻ തന്നെയാണെന്ന് വിശ്വസിച്ചു വരുന്നു. മൂശാരി അങ്ങനെ ഭഗവാനിൽ ലയിച്ചു ചേർന്നുവത്തെ. ക്ഷേത്രത്തിൽ മറ്റൊരു വലിയ ആകർഷണമാണ് 7.5 പൊന്നാന. പേര് സൂചിപ്പിക്കുന്നത് പോലെ 7 വലിയ ആനകളും ഒരു ചെറിയ ആനയും അടങ്ങുന്ന ഒരു ശില്പരൂപമാണിത്. തേക്കിൻ തടിയിൽ തീർത്ത് സ്വർണം പൂശിയ വിഗ്രഹങ്ങളാണിവ. ആനകൾക്കൊപ്പം ഒരു സ്വർണ്ണ പഴക്കുലയും ഉണ്ടാക്കിയിരുന്നു. കുംഭമാസത്തിൽ ഉത്സവത്തിനിടയ്ക്ക് 8-ാം നാളിൽ നടക്കുന്ന ആസ്ഥാന മണ്ഡപ ദർശനത്തിൽ ഭവാന്റെ തിടമ്പിനൊപ്പം 7.5 പൊന്നാനകളും പ്രദർശനത്തിന് വയ്ക്കും. ആറാട്ട് ദിവസം തീവട്ടികളുടെ വെളിച്ചത്തിൽ 4 പേർ ചേർന്ന് ഇവയെ ശിരസിലേറ്റുന്ന പതിവുമുണ്ട്. 1972 ഇറങ്ങിയ അക്കരപ്പച്ച എന്ന ചിത്രത്തിൽ 7.5 പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ എന്ന പ്രശസ്തമായ ഒരു ശിവഭക്തിഗാനമുണ്ട്. വലിയ ആനകൾക്ക് 2 അടിയും ചെറിയ ആനയ്ക്ക് 1 അടിയുമാണ് ഉയരം. ഇത് തിരുവിതാംകൂറിന്റെ സ്ഥാപകനായിരുന്ന അനിഴം തിരുനാൾ വീര മാർത്താണ്ഡവർമ്മ നേർന്ന വഴിപാടായിരുന്നു. എന്നാൽ അത് നേരും മുമ്പ് അദ്ദേഹം നാടു നീങ്ങിപ്പോയതിനാൽ അദ്ദേഹത്തിന്റെ അനന്തരവനും പിൻഗാമിയുമായ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ഇത് നടയ്ക്കു വെച്ചത്. വാസ്തവത്തിൽ 7.5 പൊന്നാന വൈക്കത്ത് നേരാൻ വച്ചിരുന്ന വഴിപാടായിരുന്നു അത്രേ. തിരുവനന്തപുരത്തുനിന്ന് വൈക്കത്തേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ഏറ്റുമാനൂരെത്തിയപ്പോൾ അല്പനേരം വിശ്രമിക്കാനായി മറ്റുമായി രാജാവും ഭടന്മാരും കൂടി ഏറ്റുമാനൂർ അമ്പലത്തിലെ പടിഞ്ഞാറേ ഗോപുരത്തിലെത്തി. 7.5 പൊന്നാനകളെ ഇറക്കി വെച്ച് അവർ വിശ്രമിച്ചു. എന്നാൽ പോകാൻ നേരത്ത് ആനകളുടെ ദേഹത്തു നിന്ന് ഉഗ്ര സർപ്പങ്ങൾ ഫണം വിടർത്തി നിൽക്കുന്നു. ഭയചരിതരായ രാജാവും ഭടന്മാരും അടുത്തുള്ള ഒരു ജ്യോത്സ്യരെ പ്രശ്നം വെച്ചു നോക്കി. അപ്പോൾ അവ ഏറ്റുമാനൂരിൽ തന്നെ അർപ്പിക്കണമെന്നാണ് ഭഗവാന്റെ ആഗ്രഹമെന്ന് തെളിഞ്ഞു. തുടർന്ന് 1769 മെയ് മാസം 14-ാം തീയതി വെള്ളിയാഴ്ച ഒരു ശുഭമുഹൂർത്തത്തിൽ 7.5 പൊന്നാനകളെ ഭഗവാന് നടക്കു വെച്ചു. പിന്നീട് മറ്റൊരു 7.5 പൊന്നാനയുണ്ടാക്കി അത് വൈക്കത്ത് സമർപ്പിക്കാമെന്ന് ധർമ്മരാജ വിചാരിച്ചു. പക്ഷേ ഒരു ദിവസം അദ്ദേഹത്തിന് വൈക്കത്തപ്പന്റെ സ്വപ്ന ദർശനമുണ്ടായി. തനിക്ക് മറ്റൊരു 7.5 പൊന്നാന വേണ്ടെന്നും പകരം ആ കാശിന് സഹസ്രകലശം നടത്തിയാൽ മതിയെന്നായിരുന്നു വൈക്കത്തപ്പന്റെ അരുളപ്പാട്. പിറ്റേന്നു തന്നെ ധർമ്മരാജ വൈക്കത്തേക്ക് പുറപ്പെട്ടു. വൈക്കത്തെത്തിയ അദ്ദേഹം 7.5 പൊന്നാന നേരാൻ വെച്ച തുക കൊണ്ട് വൈക്കത്തപ്പന് സഹസ്രകലശം നടത്തുകയും ക്ഷേത്രത്തിലെ പ്രസാദമായ പ്രാതലൂട്ട് ആനന്ദ ദർശനം നടത്തി നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്നാൽ 7.5 പൊന്നാന കൊടുത്തതിൽ വൈക്കത്തപ്പന് ഏറ്റുമാനൂരപ്പനുമായി പിണക്കമാണെന്ന് അടുത്ത കാലം വരെ ഭക്തർ വിശ്വസിച്ചു വന്നിരുന്നു. അതിന്റെ തെളിവായി ഏറ്റുമാനൂരുകാരും വൈക്കത്ത് അഷ്ടമി ദർശനത്തിനോ വൈക്കത്തുകാർ തിരിച്ച് ഏറ്റുമാനൂർ ആസ്ഥാന മണ്ഡപ ദർശനത്തിനോ പോയിരുന്നില്ല. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഈ കഥ വിശദമായി പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ സ്ഥിതിയിൽ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്.